ഒരു DCC ട്രഷറർ മരണപ്പെട്ടിട്ട് അവിടേക്ക് KPCC പ്രസിഡന്റോ KPCC ഉന്നത നേതാക്കളോ ആ വീട്ടിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അത് കഷ്ടമല്ലേ? KK ഗോപിനാഥ്. അതെ, അല്ല ഞാൻ പറയട്ടെ, പറഞ്ഞോളൂ. പറഞ്ഞോളൂ. അതെ, ഈ പറയുന്ന നിങ്ങൾ ഹാജരാക്കിയ കത്തിലെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് സാമ്പത്തികമായിട്ടുള്ള കുറെ കാര്യങ്ങൾ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ് ആ കൊടുക്കാനുള്ളത് ഈ പറയുന്ന ദിവസങ്ങളിൽ എല്ലാ പൈസ നേരത്തെ ഒരു വർഷം മുമ്പേ കൊടുത്തു കഴിഞ്ഞതാണ്. അപ്പം ഞാൻ പറയട്ടെ സാമ്പത്തിക കാര്യം പറഞ്ഞിട്ട് പറയാൻ പാടില്ല. പിന്നെ ബാങ്കിൽ ലോണുള്ള വേറെ ഒന്നും KPCC പ്രസിഡന്റോ പ്രതിപക്ഷ നേതാവോ അറിയണമെന്നില്ല. അദ്ദേഹത്തിന്റെ DCC ട്രഷറർ മരിച്ചാൽ KPCCയിലെ മുതിർന്ന നേതാക്കൾ KPCC പ്രസിഡന്റോ പ്രതിപക്ഷ നേതാവോ അവിടം സന്ദർശിക്കാഞ്ഞത് എന്തുകൊണ്ടായിരിക്കും? അദ്ദേഹത്തിന് നല്ല സുഖമില്ലെന്ന് യാത്ര ചെയ്യാൻ. വെറുതെ ചുമ്മാ അദ്ദേഹത്തിനെ പറ്റി കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. KPCC പ്രസിഡന്റിന് സുഖമില്ലാത്തത് കൊണ്ട് വന്നില്ല എന്നതാണ്. അതല്ല, അതിനെപ്പറ്റി എനിക്ക് ഓതന്റിക് ആയിട്ട് പറയാൻ പറ്റുമോ? അല്ല, KPCCയിലെ മറ്റു നേതാക്കൾ എത്താഞ്ഞത് എന്തുകൊണ്ടായിരിക്കും? അത് തന്നെ, അതൊക്കെ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും കാരണം ഉണ്ടാവും. പ്രതിപക്ഷ നേതാവ് എത്താഞ്ഞത് എന്തുകൊണ്ടായിരിക്കും? അത് തന്നെ, അതിന്റെ കാരണം എന്തെങ്കിലും ഉണ്ടാവും ചോദിച്ചിട്ടല്ല പറയാൻ പറ്റുമോ? അപ്പോൾ അല്ല, ഒരു DCC ട്രഷറർ മരിച്ചാൽ ഇങ്ങനെയാണോ പാർട്ടി അതിനെ കൈകാര്യം ചെയ്യേണ്ടതെന്നാണ് ചോദ്യം, ശ്രീ KK ഗോപിനാഥ്. അത് പാർട്ടി അത് ഓരോ കോൺടെസ്റ്റിൽ ചെയ്യുന്നേ, അല്ലാതെ എന്ത് പറയാനത്? അല്ലൊരു മരണം സംഭവിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ പാർട്ടി 50 വർഷമായി വിശ്വസിച്ച് മരണം നടക്കുന്ന സമയത്ത് പോലും ആ പാർട്ടിയെ മനസ്സുകൊണ്ട് കളങ്കമേൽപ്പിക്കരുതെന്ന് കരുതിയ മനുഷ്യനാണ് പോയിരിക്കുന്നത്. പുള്ളി പാർട്ടി സഹായിച്ചിട്ടില്ലെന്ന് പറയാൻ പറ്റില്ല. പുള്ളി മൂത്ത മകനെ ബാങ്ക് ജോലി കൊടുത്തത് ഞാൻ അന്ന് പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ്. അപ്പൊ പാർട്ടിയുടെ സഹായമാണ് അത് വന്നത്. രണ്ടാമത്തെ മകനെ ജോലി കൊടുത്തു. പിന്നെ ഇപ്പോഴത്തെ ചെയർമാനും NM വിജയനും തമ്മിലുള്ള വ്യക്തിപരമായിട്ട് വൈരാഗ്യം കൊണ്ടാണ് അവന് രണ്ടാമത് കൊടുക്കാഞ്ഞത്. അയാൾ കോൺഗ്രസ്സുകാരനല്ലേ? താങ്കൾ പറയുന്ന രാജശേഖരൻ, താങ്കൾ പറഞ്ഞ ഈ രാജശേഖരൻ കോൺഗ്രസ് പാർട്ടി. രാജശേഖരൻ NM വിജയനും വ്യക്തിപരമായിട്ട് ശത്രുതയില്ല. പണ്ട് രാജശേഖരന്റെ ഭാര്യയ്ക്ക് NM വിജയൻ ജോലി കൊടുത്തില്ല എന്നുള്ള വൈരാഗ്യം തീർക്കുക പുള്ളി. അത് ചെയ്യാൻ പാടില്ലല്ലോ. ഒരാള് വ്യക്തിപരമായിട്ട് കോൺഗ്രസിനെ കംപ്ലീറ്റ് ആക്കി. പക്ഷേ KPCCയിലെ നേതാക്കൾക്ക് അവിടെ വരുന്നതിന് എന്താ തടസ്സം? മരിച്ചതൊരു DCC ട്രഷറർ. അവരോട് പരിശോധിച്ച് അവരോട് ബന്ധപ്പെട്ട് കഴിഞ്ഞാലല്ലേ അറിയാൻ പറ്റൂ. അതേപ്പറ്റി ഇപ്പൊ എനിക്ക് പറയാൻ പറ്റില്ല. അല്ല, അതിൽ താങ്കൾക്കൊരു മാനസിക വിഷമമില്ലേ? താങ്കളുടെ സുഹൃത്തായിരുന്നില്ലേ? എനിക്ക് സുഹൃത്താണ്. എനിക്ക് ഭയങ്കര സങ്കടമാണ് പുള്ളിയുടെ കാര്യം പറയുമ്പോഴത്തെ. ഇതുപോലെ നല്ലൊരു മനുഷ്യൻ വേറെ ഇല്ല. അത്ര സങ്കടമാണ്. അല്ല, അദ്ദേഹം ഒരു അദ്ദേഹം കോൺഗ്രസിനെ വഞ്ചിക്കുമെന്ന് താങ്കൾക്ക് തോന്നുന്നില്ലല്ലോ? അദ്ദേഹം കോൺഗ്രസിലെ അടിയുറച്ചൊരു കോൺഗ്രസിലെ അടിയുറച്ച നേതാവായിരുന്നു അദ്ദേഹം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നേതാവാണ്. അപ്പം അദ്ദേഹം ഒരു തവണ പോലും പാർട്ടിയിൽ നിന്ന് മാറിയിട്ടില്ല. പാർട്ടി പറഞ്ഞത് മുഴുവൻ, നേതാക്കൾ പറഞ്ഞത് മുഴുവൻ ചെയ്തു. അങ്ങനെ പറയുമ്പോൾ ഈ NM വിജയനെ അവിശ്വസിക്കേണ്ടതുണ്ടോ ശ്രീ ഗോപിനാഥ്? അവിശ്വാസത്തിന്റെയും വിശ്വാസത്തിന്റെയും പ്രശ്നം ഇതിനകത്ത് ഇല്ലല്ലോ. അതെന്തിനാ ആദരിക്കുന്നത്? ഇതിനു മുമ്പ് പുള്ളി ഡിക്കി പോയതല്ലേ? കോൺഗ്രസിൽ നിന്ന് പോയിട്ട് ഡിക്കിലേക്ക് പോയതല്ലേ? പാടിയിട്ടുണ്ട്, ഡിക്കിലേക്ക് പോയതാ പുള്ളി. പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിട്ട് ഡിക്കിലേക്ക് പോയതാ. അതെ, ഡിക്കിലേക്ക് പോയ നേതാക്കൾ തിരിച്ചു വന്നു. ലീഡർക്കൊപ്പം തിരിച്ചു വന്നിട്ടുണ്ട്. ലീഡറിന്റെ മകൻ തിരിച്ചു വന്നിട്ടുണ്ട്. അദ്ദേഹം പാർട്ടിയിൽ നിന്ന് MP ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് അടിയുറച്ച പാർട്ടി കോൺഗ്രസ് പാളയത്തിൽ തന്നെ നിൽക്കുകയും ലീഡർ പോകുന്ന സമയത്ത് ലീഡർ പോവുകയും തിരിച്ചു വരികയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നോക്കൂ, അതിനുശേഷം പാർട്ടി ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. പാർട്ടി പുള്ളിനെ സഹായിച്ചിട്ടുണ്ട്. പാർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കിയിട്ടുണ്ട്, പഞ്ചായത്ത് മെമ്പറൊക്കെ ഉണ്ട്, ബാങ്ക് പ്രസിഡന്റ് ആക്കിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും പാർട്ടി ചെയ്തല്ലേ. പക്ഷെ അതിന്റെ പേരിൽ നിയമനം നടത്തുന്നതിന് ഇതേ വിജയനെ മറയാക്കിയിട്ടുണ്ടോ IC ബാലകൃഷ്ണനും ND അപ്പച്ചനും എന്നതാണ് ചോദ്യം. IC ബാലകൃഷ്ണൻ ND അപ്പച്ചൻ ഇതിനകത്ത് ഒരു പിക്ചറിലേ ഇല്ല. അവർക്ക് ഈ സാമ്പത്തികമായിട്ട് ഒരു ബന്ധമില്ല. പിന്നെ ബന്ധം ഉണ്ടായിരുന്ന മുൻ DCC പ്രസിഡന്റ് ഉണ്ട് PV ബാലനുണ്ട്. മുൻ DCC പ്രസിഡന്റ് PV ബാലന് ബന്ധം ഉണ്ടായിരുന്നു. അതില്ലെന്ന് നിഷേധിക്കുന്നില്ല. അതായത് നിയമനക്കോഴയുമായി നിലവിലുള്ള DCC നേതൃത്വത്തിന് ഒരു ബന്ധവുമില്ല, അഥവാ നേരത്തെയുള്ള IC ബാലകൃഷ്ണന് ബന്ധവുമില്ല. നിയമനക്കോഴ നടന്നിട്ടുണ്ടെങ്കിൽ അത് മുൻകാലങ്ങളിൽ നടന്നിട്ടുണ്ടാവാമെന്നാണോ? അതെ, PV ബാലൻ നടന്ന സമയത്ത് നടന്നിട്ടുണ്ടാവും. അത്രേ ഉള്ളൂ. ഓക്കെ. Debate with Dr. Arun Kumar.